ബലത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ പ്രയർ ലൈനിലേക്ക് അടിയനെയും ക്ഷണിച്ച സ്തോത്രം. അതേ മാമൻ മാത്യു പാസ്റ്റർക്കായും മറ്റ് സന്ധ്യ സിസ്റ്ററിനായും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് അവരെ സഹായിക്കുമാറാകട്ടെ. ഇപ്രകാരമായിരിക്കാൻ ദൈവം കൃപ ചെയ്യുവല്ലോ. ഹല്ലേലൂയ. ആത്മബലത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന വിലയേറിയത് അത് ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥിച്ചെങ്കിലേ ദൈവാത്മാവ് വെളിപ്പെടുത്തി നമുക്ക് ആത്മീയമായ പ്രചോദനം ഉൾക്കൊള്ളുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ദൈവമക്കള് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ആലോചനകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായി അല്പസമയം സാക്ഷ്യത്തിന് വേണ്ടി വേർതിരിക്കുകയാണ്. അതിനുശേഷം ദൈവവചന ശുശ്രൂഷയും ചെയ്യുന്നതായിരിക്കും. വളരെ പ്രാർത്ഥന തക്ക സമയത്ത് ഇരിപ്പാനും ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. എന്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തില് ഒരു വാക്യം വായിക്കുകയാണ്. ലേഖനം 1-ാം അധ്യായം അതിന്റെ 2 പത്രോസ് 1:16 വാക്യം വേഗം ഒന്ന് വായിക്കാമല്ലോ. 2 പത്രോസ് 1:16. തീർന്നിട്ടത്രേ. ഹല്ലേലൂയ. മരുഭൂമിൻ വഴിയെ ഞാൻ തളർന്നിടാതെ പ്രിയൻ ചാരിടും ഞാൻ മോദമായി. മരുഭൂമിൻ വഴിയെ ഞാൻ തളർന്നിടാതെ പ്രിയൻ ചാരിടും ഞാൻ മോദമായി. എല്ലാ അനർത്ഥവും ഒഴിച്ചു നിൻ ചിറകിൻ കീഴിൽ മറച്ചിടും അതെനിക്കൻ മകൾ ഭാഗ്യമേ. അനർത്ഥവും ഒഴിച്ചു നിൻ ചിറകിൻ കീഴിൽ മറച്ചിടും അതെനിക്കൻ മകൾ ഭാഗ്യമേ. ലോക കടലിലൻ പടകേറ്റം അടങ്ങിടുമ്പോൾ പ്രിയൻ അനാനീക്കി അടുപ്പിക്കും തുറമുഖത്ത്. ലോക പടകേറ്റം മലഞ്ഞിടുമ്പോൾ പ്രിയൻ അടുപ്പിക്കും തുറമുഖത്ത്. ഹല്ലേലൂയ, ആമേൻ. സാധാരണഗതിയില് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയ യേശു കർത്താവിനെ കണ്ടുമുട്ടിയ സാക്ഷ്യം വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒന്നല്ല. സ്തോത്രം. ചിലരെ കർത്താവ് വിളിച്ച് വേർതിരിക്കുന്നത് അവരെ അത്ഭുത രോഗസൗഖ്യത്തിലും അല്ലെങ്കിൽ വലിയ ആക്സിഡന്റിൽ പെട്ടും ഒക്കെ ദൈവം വിടുതൽ കൊടുക്കുമ്പോൾ ആമേൻ യേശു കർത്താവിന്റെ മാധുര്യം രുചിച്ചറിയാറുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. ഹല്ലേലൂയ. യേശു കർത്താവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ആമേൻ കർത്താവ് തന്നത് ഹല്ലേലൂയ വലിയ അതിശയപ്രവൃത്തികളിലൂടെയോ വലിയ അത്ഭുതങ്ങളിലൂടെയോ ഒന്നുമല്ല. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ വചനം സത്യമാണെന്ന് അറിഞ്ഞാണ് ഈ യേശു കർത്താവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായത്. 1981 ആമേൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒടുവില് വർഷത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടുന്ന് മസ്കറ്റിലേക്ക് എടുത്തെറിയപ്പെടുവാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ. അവര് മാർത്തോമാ നാമധേയ ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് യേശുവിനെ കണ്ടെത്തുവാൻ മരുഭൂമിയുടെ വഴികള് ദൈവം ഒരുക്കിയ പദ്ധതികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വിവിധ ഘട്ടങ്ങളിലൂടെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ജീവിതത്തിന്റെ എത്രയോ അനുഭവങ്ങളിലൂടെ യേശു കർത്താവ് ജീവിക്കുന്നവനാണ്, ഈ വചനം സത്യമാണെന്ന് കർത്താവ് വളരെ വ്യക്തമായി, അതുകൊണ്ടാണ് മഹിമ കണ്ട സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയത്. ജീവിതത്തിലെ ഒത്തിരി നുറുങ്ങ് സംഭവങ്ങളിലൂടെ കർത്താവ് അമേൻ എന്നോട് സംസാരിച്ച അതേ വചനം സത്യമായി തീരുവാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഹല്ലേലൂയ.
ആ മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ജീവിച്ചിട്ട് വരുമ്പോൾ യേശു കർത്താവിനെ കണ്ടെത്തുവാനുള്ള ഭാഗ്യം, ആമേൻ, അവിടെ ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയോടുള്ള ബന്ധത്തിലായിരുന്നു ഞാൻ അക്കാലത്ത് ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. ഇവിടുന്ന് അവിടെ ചെന്നപ്പോൾ മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് യേശു കർത്താവിനെ കണ്ടുമുട്ടാൻ അല്പനാളുകളോട് എടുത്തു. ആമേൻ, യാതൊരു കൂട്ടായ്മയും ഇല്ലാത്ത ഒരവസ്ഥകളില്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. യേശുവിനെ കണ്ടെത്തുവാൻ തക്കോണം ഞാനൊരു തിരച്ചിൽ നടത്തുവാൻ തക്കോണം ഇടയായി. ഹല്ലേലൂയ. ചിലര് ആക്സിഡന്റിൽപ്പെട്ട അല്ലെങ്കിൽ രോഗങ്ങളിലൂടെയോ മറ്റ് കാര്യങ്ങളിലൂടെയൊക്കെ കർത്താവിനെ കണ്ടുമുട്ടാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ അഭിപ്രായം ഇതാണ്. ആമേൻ, സ്തോത്രം. അത് മാനസാന്തരത്തിലേക്കുള്ള ഒരു റോഡാണ്. ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവിനെ വാസ്തവമായി കണ്ടെത്തേണ്ടത് എന്റെ അഭിപ്രായത്തിൽ, ഹല്ലേലൂയ, ഈ വചനം സത്യമാണെന്ന് മനസ്സിലാക്കി അതനുസരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടി ദൈവം അനേക ദൈവദാസന്മാരെ, കേരളത്തിലെ 1-ാം ക്ലാസ് ദൈവദാസന്മാരെ, എല്ലാ സംഘടനകളുടെയും നേതാക്കന്മാരെ, ആമേൻ, എന്നെ കൊണ്ട് അതേ വചനം അവരിലൂടെ കേൾപ്പാൻ തക്കവണ്ണം ഇടയായി. വചനം വ്യക്തമായി കേട്ടപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ചിന്തിപ്പാൻ തുടങ്ങി. ആരാണ് ഞാൻ ജീവിച്ച എന്റെ ക്രൈസ്തവ കുടുംബത്തിലുള്ള പശ്ചാത്തലങ്ങളിൽ നിന്നല്ല വ്യത്യാസമായി ഇതെന്താണ് പറയുന്നത്, യേശു കർത്താവിനുള്ള ശരിയായിട്ടുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കോണം ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തക്കോണം ഇടയായി. ദൈവാത്മാവ് വളരെ വ്യക്തതയോടെ സംസാരിച്ചു. ഹല്ലേലൂയ. ആമേൻ. ദാസന്മാര് പല നിലകളിൽ പ്രസംഗിക്കുമായിരിക്കാം. ആമേൻ. പല രീതിയിൽ പല നിലകളിൽ ഒരു പ്രസംഗിക്കാറുണ്ട്. എന്നാൽ ഈ പറയുന്നതെല്ലാം ഏത് പശ്ചാത്തലത്തിലാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് എന്നെ സംബന്ധിച്ച് എന്താണ് അതിലുള്ള കാര്യങ്ങള് വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കോണം ഞാൻ അത് എഴുതിയെടുത്ത് നോട്ട് ചെയ്ത് ജോലി സ്ഥലങ്ങളിൽ ഇരുന്നപ്പോൾ, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അത് കേൾക്കുവാൻ തക്കോണം, അത് വായിക്കുവാൻ തക്കോണം ഇടയായി. അങ്ങനെ വായിച്ച് 1-2 വർഷം കൊണ്ട് 1988 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ആമേൻ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ തക്കോണം ഇടയായത്. 9-ാം തീയതി, ഏപ്രിൽ മാസം 9-ാം തീയതി ആമേൻ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ തക്കോണം ഇടയായി. ഹല്ലേലൂയ. ആമേൻ. പിന്നെ 1990-ലാണ് ആമേൻ, ഹല്ലേലൂയ, 89 ഡിസംബർ മാസത്തിലാണ് ആമേൻ, സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിപ്പാൻ തക്കവണ്ണം ഇടയായത്. ഡൽഹിയിൽ നിന്ന് വന്ന പാപ്പി മത്തായി എന്ന് പറഞ്ഞ ഏജിയുടെ ഒരു ഒരു പ്രസ്ബിറ്ററെ അവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ അന്ന് വളരെ ദാഹത്തോടെ ദൈവസന്നിധിയിൽ എന്താണ് ഈ അഭിഷേകം, എന്താണ് ഈ വ്യത്യാസം, എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പറയുന്ന അന്യഭാഷയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചിന്തിച്ചിരുന്ന് വളരെ ദാഹത്തോടെ, കർത്താവ്, ഇങ്ങനൊരു സത്യമുണ്ടെങ്കിൽ എന്നെയും ആ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് വളരെ കൊതിയോടുകൂടി, ആവേശത്തോടുകൂടി, ദൈവവചനം അനുസരിച്ചു എന്നുള്ള പ്രാഗൽഭ്യത്തോടുകൂടി ദൈവസ്ഥലിൽ ചെന്നിരുന്നപ്പോൾ ആത്മാഭിഷേകത്താൽ നിറയുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അന്ന് മുതൽ ജീവിതം തുടങ്ങിയതേ ഉള്ളൂ. ഹല്ലേലൂയ. വിവിധ ഘട്ടങ്ങളിൽ, വിവിധ സ്ഥാനങ്ങളിൽ ഒമാന്റെ പ്രദേശത്തെ ആയിരിക്കാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. സാധാരണ പറയാറുണ്ട്, പോലീസിലൊക്കെ ചേരുമ്പോൾ നമ്മളെ അതിന്റെ ട്രെയിനിങ് ഉണ്ട്. അതിനുശേഷം ആമേൻ അതിന്റെ സാധാരണ കോൺസ്റ്റബിൾ ആയിട്ട് വരും, പിന്നെ പോലീസുകാരനായിട്ട് വരും, ആമേൻ, അതിന്റെ മുകളില് സബ് ഇൻസ്പെക്ടർ ആയിട്ട് വരും, പിന്നെ സർക്കിളായി തീരും. ഹല്ലേലൂയ. അങ്ങനെ പല മേഖലകളുണ്ടല്ലോ. ദൈവം അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ തന്നെ എടുത്തെറിഞ്ഞ് ശരിയായി അടിച്ചൊതുക്കി, ആമേൻ, ഞെരുക്കി മെരുക്കി, ഹല്ലേലൂയ, ആകേണ്ടതുപോലെ ആയിത്തീരുവാൻ ദൈവം വാസ്തവമായി ഇടപെട്ടു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. 1989 ഞങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കോണം ഇവിടെ 2 മക്കളെയും കർത്താവ് ദാനമായി തന്നിട്ടുണ്ട്, വിവിധ നിലകളിൽ. അതിനുശേഷം ഹല്ലേലൂയ ഏകദേശം 10-14 വർഷത്തോളം അവിടെ ഒമാൻ പെന്തക്കോസ്റ്റലുടെ സലാല ബ്രാഞ്ചിന്റെ ചുമതലയായ കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കോണം ഇടയായി. അത് ഒടുവിലത്തെ 10 വർഷം ആദ്യമേ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. പിന്നെ സ്തോത്രം, ഹല്ലേലൂയ, പൂർണ്ണ സുവിശേഷ വേലക്കാരനായി തീരുവാൻ തക്കോണം ഇടയായി. അവിടുന്ന് ശേഷം മസ്കറ്റിലേക്ക് കടന്നു പോകാൻ തക്കോണം ഇടയായി. മസ്കറ്റിലെ സിനാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇബ്രായിലായിരിക്കാൻ തക്കോണം ഇടയായി. അതുപോലെ തന്നെ ആദം എന്ന സ്ഥലത്തും ഒക്കെ മാറിയും തിരിഞ്ഞു ഇങ്ങനെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കോണം ഇടയായി. നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തെ കണ്ടുമുട്ടോ ഞാൻ അവിടുത്തെ സംഘടനയായിട്ട് വളരെ അഭേദ്യമായി ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം എന്നെ വചനം കേൾപ്പിക്കാൻ വേണ്ടി തമ്പുരാൻ അനേക ആളുകളെ പ്ലെയിൻ കയറ്റി ദൈവദാസന്മാരെ കൊണ്ടുവന്ന് ആ വചനം കേട്ടത്, വചനം കേൾവിയാല്
ആണാണ് വരുന്നത്. ഹല്ലേലൂയ. പ്രസംഗത്വത്തിന്റെ പോഷത്വത്താൽ രക്ഷിക്കപ്പെടുവാൻ ഹല്ലേലൂയ കർത്താവ് ഇടയാക്കി. വചനം സത്യമാണെന്ന് അറിഞ്ഞത് മൂലമാണ് ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ തക്കോണം ഇടയായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. പിന്നെ ഓരോ മേഖലകളിലും ദൈവം ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്നു. വിവിധ സ്ഥലങ്ങളിലെ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ഇടയായല്ലോ. ഞാൻ പറഞ്ഞതുപോലെ പൂർണ്ണ സുവിശേഷത്തിന്റെ അവസാന 10 വർഷം ഇടയായി. ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. കഴിഞ്ഞ 2021 തിരികെ വരുവാൻ തക്കോണം ഇടയായി. നാട്ടിലെ ഇവിടെ ഒരു സഭയുണ്ട്, നീണ്ടകരക്കടുത്ത് ദളവാപുരം എന്ന് പറഞ്ഞ അവിടെ ആ ചെറിയ സഭയിലെ പൈനിയർ വർക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കണ്ടെത്തിയ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് രുചിച്ചറിയുവാൻ കുടുംബാട്ടടിയങ്ങളെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പ്രത്യേകാൽ ചോദിക്കുകയാണ്, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് അല്ലെങ്കിൽ അറിയിക്കുന്ന നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ആരും ബ്രെയിൻ വാഷ് ചെയ്തിട്ടല്ല, ഈ വചനം സത്യമാണെന്നറിഞ്ഞ് ഹല്ലേലൂയ അതിന് മുമ്പിൽ കീഴ്പ്പെടുവാൻ തക്കവണ്ണം ഇടയായതിനാലാണ് യേശു കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം ഉണ്ടായത്. അനേകം നുറുങ്ങു സംഭവങ്ങളുണ്ട്. ഇത് ഉറപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം വിവിധ ഘട്ടങ്ങളിലൂടെ കടത്തിവിട്ട് ആമേൻ ഹല്ലേലൂയ ഉറപ്പുള്ളവനാക്കി തീർപ്പാൻ ദൈവം ഇടയാക്കി. ഇപ്പോഴും സീറോയാണ്. ഹല്ലേലൂയ, ആമേൻ ആമേൻ. ദൈവം നടത്തുന്ന വഴികൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മാവിന്റെ ബലത്തോടെ ആത്മാവിന്റെ ശക്തിയോടെ നിൽപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നു. എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു വാക്യമുണ്ട് യൂദയുടെ ലേഖനത്തില്. ഹല്ലേലൂയ. വാക്യം ഒന്ന് വായിക്കാമല്ലോ. വിവിധ വാക്യങ്ങളിലൂടെ ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ യൂദയുടെ ലേഖനത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കുമാറാകണമേ. ആമേൻ. അറിഞ്ഞുവെങ്കിലും എന്തെന്നാൽ രക്ഷിച്ചിട്ടും കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ ഭിന്നത്തതിൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വീഴാതെ വണ്ണം നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. നമ്മുടെ മിടുക്കോ ഒന്നുമല്ല, നിഗളിപ്പാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. പ്രശംസിപ്പാൻ ക്രിസ്തുവിലല്ലാതെ മറ്റു കാര്യങ്ങളിലൊന്നുമില്ല. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് ജനത്തെ, നമുക്കെല്ലാം ഒരു മുൻകുറിയാണ്. റോഡിൽ കൂടെ പോകുമ്പോൾ അപകടമുണ്ടെന്നുള്ള സൈൻ കണ്ടാല് അല്ലെങ്കിൽ അതിന്റെ സിമ്പൽ കണ്ടാല് പോകുന്ന വണ്ടികളെല്ലാം ഇടിച്ച് താഴെ വീഴാനല്ല. പോകുന്നവര് സൂക്ഷിച്ചു പോണം, അവിടെ അപകടമുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ വ്യക്തതയോടെയാണ് ആ സിമ്പലുകൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ വഴികളിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആത്മശക്തിയോടെ നിലനിൽപ്പാൻ സ്വർഗം ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. യോഹന്നാൻ എഴുതുകയാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതും മായ ജീവന്റെ വചനം സംബന്ധിച്ച് ആ കർത്താവിനെ അറിയിപ്പാൻ തക്കൊണ്ട് ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും ആമേൻ. അപ്പൊ ദൈവകൃപയിൽ നിൽക്കുന്നത് ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വിലയേറിയ കാര്യമാണ് ഇന്നത്തെ പകൽക്കാലം ആമേൻ ആമേൻ ഈ സമയങ്ങളിൽ പ്ലാറ്റ്ഫോമിലൂടെ പറയുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. ജനത്തെ രക്ഷിച്ചിട്ടും പിന്നത്തേതിൽ അതെ നശിപ്പിക്കുവാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം ഏത് മനുഷ്യനും ആമേൻ ഒന്നും പുകഴുവാനില്ല, നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയല്ലാതെ മറ്റൊന്നുമല്ല. യൂദയുടെ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ 17-ാം വാക്യം. ആമേൻ. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പിന്. എന്താണ് മുൻപറഞ്ഞത്? ദൈവവചനം അനുസരിക്കണം, ദൈവത്തിന്റെ വഴിയിലൂടെ ഗമിക്കണം എന്നുള്ള കാര്യമാണ്. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് മുൻകുറിയായിട്ട് കിടക്കുക, മുമ്പിൽ സൈൻ ബോർഡ് കിടക്കുക. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ചഞ്ചലപ്പെടരുത്, വചനത്തിൽ നിന്ന് പോകരുത്. പല നിലകളിലുള്ള ആളുകളെ ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ ജീവിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം, അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം. ഈ ബൈബിളിലെ ചുരുക്കെഴുത്താണ് യൂദയിൽ കാണുവാൻ തക്കോണം ഇടയാകുന്നത്. പ്രൈസ് ദി ലോർഡ്. യൂദയുടെ ലേഖനത്തിലത്തെ ഹൃദ്യമായി പറയുകയാണ്. അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവകൃപ കണ്ട് ആനന്ദിപ്പാൻ തക്കോണം കർത്താവ് ഇടയാക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഏത് മനുഷ്യനും ഒന്നും പറയുവാനില്ല. ഒരു മനുഷ്യനും പ്രശംസിപ്പാനില്ല. ദൈവവചനത്തിൽ നിന്ന് അകന്നു പോയാൽ
അപകടം തന്നെയാണ്. ആർക്കും സ്വർഗരാജ്യത്തിൽ അവകാശമാക്കുവാൻ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് നിഗളിക്കാതെ ഒന്നിലും കൂടുതൽ കൈ ഉയർത്താതെ ഹല്ലേലൂയ വളരെ സാവധാനത്തോട് സമാധാനത്തോടെയും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രാഗൽഭ്യം തെളിയിക്കുവാൻ തമ്പുരാൻ നമുക്ക് അവസരം തരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, എപ്പോഴും എന്നെ ആകർഷിക്കുന്ന ആ വാക്യങ്ങളാണ്. ഇതിന്റെ 4:19 വാക്യം ഒന്ന് വായിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി തീർത്തു തരും. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊക്കെ പൂർണ്ണമായി തീർത്തു തരുമെന്ന കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുറവില്ലാത്ത മനുഷ്യരാരുമില്ല, എല്ലാവർക്കും കുറവുകളുണ്ട് അല്ലേ? ഹല്ലേലൂയ. ശരീരത്തിലെ, ജ്ഞാനത്തിലെ, പെരുമാറ്റത്തിലെ, അന്തസ്സിലെ, ബുദ്ധിയിലെ ഒക്കെയും ഹല്ലേലൂയ, സമ്പത്തിലെ, നമ്മൾ ഓരോരുത്തരും തമ്മിൽ വ്യത്യാസമുള്ളവരാ, പഠനത്തിലെ, ഇതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുക. കുറവില്ലാത്ത ഒരു മനുഷ്യനുമില്ല. എന്നാൽ കുറവുള്ളവർ അറിയണം. ഹല്ലേലൂയ. സ്തോത്രം. കുറവ് നാം അറിഞ്ഞുകൊണ്ട് അത് പറയേണ്ടവനോട് തന്നെ പറയണം. ഹല്ലേലൂയ. യേശു കർത്താവിനോട് നമ്മുടെ ഹൃദയം പകരണം. പ്രൈസ് ദി ലോർഡ്. കുറവുണ്ട് കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് യേശു കർത്താവിനോട് പറഞ്ഞാൽ ഹല്ലേലൂയ അവൻ നമ്മെ സാന്ത്വനപ്പെടുത്തി ആ കുറവുകൾ പരിഹരിച്ച് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഇടയുവാൻ തക്കോണം, നടത്തുവാൻ തക്കോണം ഇടയാകും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലുണ്ടല്ലോ, യേശുവിന്റെ അമ്മ പറയുന്നു, അവരെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ കേട്ടുകൊള്ളണം, അനുസരിക്കണം. കാനാവിലെ വീടിന്റെ കല്യാണ വീടിന്റെ പശ്ചാത്തലമാണല്ലോ അവിടെ കാണുവാൻ തക്കോണം യേശുവിന്റെ അമ്മ പറയുന്നത്. അത് ശിഷ്യന്മാരോട് പറയുകയാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ അതുപോലെ തന്നെ അനുസരിപ്പാൻ തക്കോണം ഇടയായി. കൽഭരണി കഴുകി നിറച്ചു. സാധാ വെള്ളം കൊണ്ട് ഒരു വ്യത്യാസവും വന്നില്ല അല്ലേ? കൊടുത്തപ്പോൾ രുചി നോക്കിയാറെ വ്യത്യാസം വന്ന്. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവിനോട് നമ്മുടെ ഹൃദയം പകർന്ന്, നമ്മുടെ കുറവുകൾ പകർന്ന്, ലോകത്തിന് ആരെയും കൊണ്ട് സാധ്യമല്ലത് ഹല്ലേലൂയ, പകരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കർത്താവ് നമ്മുടെ കുറവുകളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ തക്കോണം ഇടയാകും. യേശു കർത്താവ് വന്നത് നമ്മുടെ പ്രശ്നം അറിവാനാണ്, അത് പരിഹരിക്കുവാനാണ് കർത്താവ് വന്നത് അല്ലേ? പ്രശ്നങ്ങളെ മറ്റുള്ള മുമ്പിൽ അവതരിപ്പിച്ച് നമ്മളെ ഏതാണ്ട് കടിയാക്കുവാനല്ല കർത്താവ് വന്നത്. യേശു കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളെ അറിയുവാനാണ്, അത് പരിഹരിക്കാനാണ്. യേശുവിന്റെ സകല പ്രശ്നങ്ങൾക്ക് ഉത്തരം നമ്മുടെ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ സൺറൈസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. ഹല്ലേലൂയ. യേശു കുറവ് ഒരിക്കലും പരസ്യമാക്കത്തില്ല അല്ലേ? എന്നാൽ പൂർണ്ണത കർത്താവ് വെളിപ്പെടുത്തുന്നയാ. കർത്താവ് ഇവിടെ കുറവുണ്ടെന്ന് പറയുമ്പോൾ, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്തേ? ഹല്ലേലൂയ. അതെ മറിയ പറയുകയാണ്, ശിഷ്യന്മാരോട് പറയാം, എന്തെങ്കിലും പറഞ്ഞാൽ യേശു പറയുന്നത് നമ്മൾ അനുസരിക്കുവാൻ മെനക്കെട്ടാൽ ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിപ്പാൻ തക്കോണം ഇടയാകും. യേശു കർത്താവ് പാപമൊഴികെ സകലത് മനുഷ്യനായിട്ടുള്ള എല്ലാ അവസ്ഥകളിലൂടെയും യേശു കർത്താവ് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും നഷ്ടവും പരിഹാസവും ഹല്ലേലൂയ നാം അനുഭവിക്കുന്നത് പോലെ അല്ലെങ്കിൽ അനുഭവിച്ചതുപോലെ കർത്താവ് അതെല്ലാം സഹിച്ച ദൈവമാണ്. അപ്പൊ നമ്മുടെ എല്ലാ സെന്റിമെന്റ്സും ഹല്ലേലൂയ, നമ്മുടെ ഹൃദയവിചാരങ്ങൾ അറിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നാം എന്ത് ചെയ്യണം? പറയേണ്ടവരോടൊക്കെ പറയണം ഇല്ലേ? കർത്താവ് പറയുന്നത് നാം ചെയ്താൽ, കർത്താവ് നമ്മളോട് പറയുന്നത് അനുസരിച്ചാൽ ദൈവത്തിന്റെ ഹൃദ്യമായ പരിഹാരം അതിനുണ്ടാകുവാൻ തക്കോണം. ഇത് ജീവിതത്തിന്റെ അനുഭവം വെറുതെ പറയുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സാക്ഷ്യത്തിൽ പറഞ്ഞത്, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിക്കുന്നത് നിർമ്മിത കഥകളെ ആരും പറഞ്ഞു കേട്ടതുകൊണ്ടല്ല, അവരുടെ വചനത്തിൽ സത്യമായിരുന്നുകൊണ്ട് ആ കുറവുകൾ കർത്താവിനോട് ഏറ്റു പറഞ്ഞത് കൊണ്ടാണ് വാസ്തവമായി ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ തക്കോണം ഇടയാകുന്നത്. ഹല്ലേലൂയ. പോരാട്ടം മാറുവാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തങ്ങൾ, നമ്മുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ കണ്ടുപിടിക്കണം അല്ലേ? ഹല്ലേലൂയ. ആമേൻ. വചനപ്രകാരം നമ്മൾ അടിസ്ഥാനമിടണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവവചനപ്രകാരം അടിസ്ഥാനമിട്ട വീട് പണിയണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ രണ്ടും വീട് പണിതു അല്ലേ? ഒരുപോലെ തന്നെ പണിതു, ഒരേ ഷേപ്പിലാണ് പണിതത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന്റെ അടിസ്ഥാനം മണലിന്മേലായിരുന്നു ഒന്നിന്റെ. രണ്ടാമത് ഹല്ലേലൂയ സ്തോത്രം പാറമേൽ അടിസ്ഥാനം പണിതു. ഒരേ കാറ്റടിച്ചു, ഒരേ ഈശാനമൂലം വന്നു, ഒരേ വെള്ളപ്പൊക്കം വന്നു. ഹല്ലേലൂയ. തകർന്നു പോകാവുന്നത് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട
കുടുംബങ്ങൾ, വ്യക്തികൾ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെ ഒരു ഈശാനമൂലിനും ഒരു കാറ്റിനും ഒരു രാജ്യങ്ങൾക്കും അവരെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനപ്രകാരം നമ്മൾ പണിയണം. എല്ലാ വീടിന്റെ മേലും വൻമഴ ചൊരിഞ്ഞു, ഹല്ലേലൂയ, കാറ്റടിച്ചു, വീടിനെ ഉലയ്ക്കും. ഹല്ലേലൂയ. അതുപോലുള്ള അവസ്ഥ ജീവിതത്തിന്റെ വിവിധ പ്രശ്നങ്ങളെ നേരിടുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ആത്മീയമായി നമ്മളെ ഉലയ്ക്കത്തക്ക നിലകളിൽ ചുറ്റുപാടുകളിൽ ഒരുപറ്റ വിശുദ്ധന്മാർ കൂട്ടു സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളായിരിക്കാം, അല്ലെ മറ്റ് ആളുകളായിരിക്കാം. സ്തോത്രം. ഒലയ്ക്കുന്ന അനുഭവം, തകർക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവാകുന്ന പാറമേലാണ് നിന്റെ നങ്കൂരമിട്ടിരിക്കുന്നത് എന്നുള്ള ഓർത്ത് ദൈവസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കോണം ഇടയാണ്. ക്രിസ്തുവാകുന്ന പാറമേൽ ദൈവവചന അടിസ്ഥാനത്തിൽ പണിതാൽ ആ വ്യക്തികളൊക്കെയും കർത്താവിന്റെ വരവ് വരെ നിലനിൽക്കും. വരവിൽ എടുക്കപ്പെടുവാൻ തക്കോണം ഇടയാ. പിന്നെ നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. നാം ചെയ്യേണ്ടത് ചെയ്താൽ ദൈവം ചെയ്യേണ്ടത് അവൻ ചെയ്യും. യാതൊരു തർക്കവും. യേശു കർത്താവ് അങ്ങനെ മനസ്സലിയുള്ള ദൈവമാ. എന്നെ നിങ്ങളെ നിർത്തിയത് നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. നാം ചെയ്യേണ്ടത് ദൈവവചന പ്രകാരം ചെയ്താൽ, ഹല്ലേലൂയ, ദൈവം ചെയ്യേണ്ടത് അവൻ ചെയ്യുക തന്നെ ചെയ്യും. യേശു കർത്താവ് അത്ര മാധുര്യവാനാ. അവനെ രുചിച്ചറിഞ്ഞവരായി പ്രിയപ്പെട്ട ഇരിക്കുന്നവര്. ആരെങ്കിലും ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നെങ്കിൽ നിന്റെ പ്രശ്നം പരിഹരിപ്പാൻ, നിന്റെ വിഷയത്തിന് ഒരു മറുപടി തരുവാൻ യേശു കർത്താവ് ഇവിടെ ആഗതനായിട്ടുണ്ട്. വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ദൈവവചനം പ്രഖ്യാപിച്ച്, ഹല്ലേലൂയ, അടിസ്ഥാന വാഗ്ദാനങ്ങളെ ഉരുവിട്ടുകൊണ്ട്, ഹല്ലേലൂയ, ബുദ്ധിമുട്ടൊക്കെയും നിങ്ങൾ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവിൽ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരാമെന്ന കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ ഒട്ടും കുറഞ്ഞില്ല കേട്ടോ. ഹല്ലേലൂയ. ഏത് നിലകളിലും ഏത് അവസ്ഥകളിലും പോഷിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അതെപ്പോഴും നമ്മൾ മറക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, അത് സമ്പന്നതയിലിരുന്നാലും താഴ്ചയിലിരുന്നാലും ഉയർച്ചയിലിരുന്നാലും ഒക്കെയും ദൈവം ഒരുക്കുന്ന വ്യവസ്ഥകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒടുവിൽ നമ്മുടെ ആഗ്രഹം കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെന്നുള്ളതാണ്. വിശുദ്ധിയോടെ, വേർപാടോടെ, ഭക്തിയോടെ ജീവിക്കുന്ന ജനത്തിന് മാത്രമേ അപ്രകാരം എടുക്കപ്പെടുവാൻ കർത്താവ് ഒരുക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ യൂദയുടെ ലേഖനത്തിൽ വായിച്ചത്, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും അപ്പൊ ഓരോ മോശയ്ക്ക് പോലും എത്താൻ പറ്റിയില്ലല്ലേ. ഹല്ലേലൂയ. കനാൻ നാട് കാണിച്ചതേ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് മുൻകുറിയായിട്ട് കിടക്കുകയാണ്. അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകൾ അവരെന്താണ് പറഞ്ഞത്? യേശുവിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ജീവിതം പടുതുയർത്തിയാൽ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു മറുപടിയായി വരുവാൻ തക്കോണം ഇടയാകും. അവൻ നമ്മുടെ പ്രശ്നം പരിഹരിക്കാനാ, ബുദ്ധിമുട്ട് തീർത്തു തരുന്ന ദൈവമാ. ഹല്ലേലൂയ. ഒരു പ്രോസ്പിരിറ്റി തിയോളജി പറയാനല്ല. ഹല്ലേലൂയ. നിന്റെ ഏത് ഘട്ടങ്ങളിലായാലും തമ്പുരാൻ തന്നെ നടത്തുവാൻ ശക്തനാണ്. യേശു കർത്താവിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ മുന്നേറുവാൻ തക്കോണം കർത്താവ് ഇടയാക്കട്ടെ. ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വേദഭാഗം വേഗം വായിക്കാം. ഹല്ലേലൂയ. പത്രോസിന്റെ രണ്ട് പത്രോസ് 1-ാം അധ്യായം അതിന്റെ 3-4 ചിന്തകൾ ഇന്ദിര ഈ സമയത്ത് അതേ ദൈവോധന ചിന്ത പ്രകാരം ദൈവം തന്ന ആലോചന അറിയിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. പത്രോസിന് വിലയേറിയതായിട്ടുള്ള ചില വസ്തുതകൾ അവിടെ കാണും. 1-2 പത്രോസിൽ അവിടെ കാണുവാൻ തക്കോണം ഇടയാകും. നമ്മുടെ ചിന്താധാര അങ്ങനെ ആയിരിക്കട്ടെ. 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ ഒന്ന് വായിക്കാമല്ലോ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാലാണ് നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അതിമഹത്താതും വിലയേറിയതുമായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ വിലയേറിയത് ക്രിസ്തീയ ജീവിതം വളരെ വിലയേറിയതാ. ഹല്ലേലൂയ. എന്റെ ഭക്തന്മാരെ ദൈവം കണക്കിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഭക്തന്മാരെ സൂക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അപ്പൊ പത്രോസിന് വിലയേറിയതായി അവയാൽ അതിമഹത്തായ വിലയേറിയതായ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ കിടപ്പുണ്ട്. അല്ലേ? വിലയേറിയത്. ഹല്ലേലൂയ. വില മതിക്കാൻ പറ്റത്തില്ല. 5 പൈസ 10 പൈസ $1 പകുതിയോ എല്ലാം പോയാൽ നമ്മൾ അത്ര ഗൗനിക്കത്തില്ല. എന്നാൽ നമ്മുടെ പാസ്പോർട്ട് പോയാലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് പോയാലോ വിലയേറിയത്. ഹല്ലേലൂയ. വില കൊടുക്കേണ്ടി വരും നമ്മൾ. ഹല്ലേലൂയ.
അതുകൊണ്ട് വിലയേറിയ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, ഇല്ലേ? വിലയേറിയ കാര്യങ്ങൾ, ക്രിസ്തീയ ജീവിതം വിലയേറിയതാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഓരോരുത്തരുടെ ഓരോ അനുഭവങ്ങൾ കാണാം. ആ അനുഭവങ്ങൾ അവരവർക്കത് വളരെ വിലയേറിയതാണ്. ഹല്ലേലൂയ. എത്രയോ സന്ദർഭങ്ങളിൽ ഈ കർത്താവിന്റെ ചെറുതും വലുതുമായ പ്രവൃത്തികളിലൂടെ അവൻ ഹല്ലേലൂയ നമ്മെ കാക്കുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്. അവന്റെ വാഗ്ദത്തങ്ങൾ നിന്റെ മേലുള്ളത് വിലയേറിയതാണ് എന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആശ്വാസം കണ്ടെത്തുവാൻ ദൈവസന്നിധിയിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ കുഴഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ആ കുഴച്ചില് മാറ്റി നേരെയാക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചനകൾക്കായി സ്തോത്രം. അപ്പൊ ലേഖനത്തിൽ വിവരിക്കുന്ന 1ഉം 2ഉം പത്രോസിൽ വിവരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തയ്ക്കായിട്ട് നമുക്ക് ഇന്ന് ഏറ്റെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 6 കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവ മക്കൾ അത് ധ്യാനത്തോടെ ചിന്തയോടെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, 1 പത്രോസ് 1-ാം അധ്യായം 7-ാം വാക്യത്തില് കാണുവാൻ തക്കവണ്ണം വിശ്വാസത്തിന്റെ വിലയേറിയ പരിശോധന. ഹല്ലേലൂയ. നമുക്കറിയാം, ലിയോ അപ്പച്ചന്റെ പുസ്തകത്തിലുണ്ടല്ലോ, ഹല്ലേലൂയ, വിലയേറിയ നിന്നെ പൊന്നാക്കി പുറത്തു കൊണ്ടുവരുമെന്ന്. സ്തോത്രം, സ്തോത്രം. ശോധനകളിലൂടെ കടന്നു പോയാലും നിന്നെ പൊന്നാക്കി പുറത്തു കൊണ്ടുവരും. വിശ്വാസത്തിന്റെ പരിശോധന. വാക്യം ഒന്ന് വായിക്കാമല്ലോ, പെട്ടെന്ന് വായിക്കും. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ആ വാക്യത്തിന്റെ അതിന്റെ അന്തസത്ത, അതിന്റെ ആ ഉൾക്കാഴ്ച നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് എണ്ണുവാൻ. ഹല്ലേലൂയ. ഇവിടെ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നശിപ്പിക്കാൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. അത് യോബിനോട് ചോദിച്ചാൽ നന്നായിട്ട് അറിയും. ഞാൻ നിന്നെ നടക്കുന്ന വഴി അറിഞ്ഞ് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്ന കർത്താവ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല. ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും അല്ല ഒരു പക്ഷെങ്കിൽ. ഹല്ലേലൂയ. ആഗ്രഹിച്ചതും ദൈവം തന്നിട്ടുണ്ട്, അല്ലേ? സ്തോത്രം. മുമ്പും പിമ്പും ഒടുവിലും ആദ്യം അന്തവുമായ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന വഴിയെല്ലാം അറിയിക്കുന്ന ദൈവമാണ്, അല്ലേ? സ്തോത്രം. അപ്പം ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ശുദ്ധീകരിപ്പാൻ വേണ്ടിയാണ്. ആമേൻ. അതെ, ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ആമേൻ. സ്തോത്രം. ശുദ്ധീകരണം ആവശ്യമാണ്. ഹല്ലേലൂയ. വിശുദ്ധി ആവശ്യമാണ്. ആമേൻ. സ്വർണത്തെ ഹല്ലേലൂയ അതിനോട് ഉപമിച്ചാണ് അവിടെ പറയുന്നത്. വളരെ വിലയേറിയ ആ വസ്തു, ഹല്ലേലൂയ, വിലപിടിപ്പുള്ള വസ്തു, ഹല്ലേലൂയ, അത് ശുദ്ധീകരണം. സാധാരണ സ്വർണം കിട്ടും, അതിനകത്ത് കീടങ്ങളുണ്ട്, 18 കാരറ്റ് ഉണ്ട്, അതിന്റെ അത്രയും മണവും ഗുണവും ഒന്നും കാണത്തില്ല. ഹല്ലേലൂയ. എന്നാൽ 24 കാരറ്റിന്റെ ഒക്കെ വളരെ ശുദ്ധമായ ആ ലോഹം. ആമേൻ. സ്തോത്രം. ഇവിടെ ഉപമിച്ച് പറഞ്ഞ വാക്യം ഒന്നും കൂടെ വായിക്കാമല്ലോ. ആമേൻ. 1:17 അഴിഞ്ഞു പോകുന്നതും നിലനിൽക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന്. അഴിഞ്ഞു പോകുന്നതും നിലനിൽക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. അതെ, തീയിൽ ശോധന കഴിക്കുന്ന ആ പൊന്നിനേക്കാൾ. ഹല്ലേലൂയ. ഉപമിച്ച് പറഞ്ഞിരിക്കുന്നുണ്ടോ? എത്ര വലിയ ഗ്രാഹ്യമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സുഗ്രാഹ്യമായാകം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പരിശോധന വളരെ വലുതാണെന്ന്. ഹല്ലേലൂയ. അത് ഉപമിച്ച് പറഞ്ഞിരിക്കുന്ന സ്വർണം എന്ന ലോഹത്തോടു കൂടിയാ. ഹല്ലേലൂയ. അത് തീയിലിടുകയാണ്. തീയിൽ അത് അഴിയുന്ന. ഹല്ലേലൂയ. സ്തോത്രം. അത് തീയിലിടുമ്പോൾ അതിലെ കീടങ്ങൾ മാറുന്നു, ഇല്ലേ? അത് ശുദ്ധീകരിച്ചെടുക്കുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഒന്ന് ചിന്തിച്ചിരിക്കുക. ദൈവസന്നിധി ധ്യാനത്തോടായിരിക്കുക ദൈവത്തിന്റെ മക്കളെ. ഹല്ലേലൂയ. ആത്മീയ കാര്യങ്ങൾ അറിയുവാൻ താല്പര്യപ്പെടുന്ന ദൈവത്തിന്റെ മക്കളെ, എത്ര ശുദ്ധീകരണത്തോടു കൂടിയാണ് തമ്പുരാൻ നമ്മളെ ശുദ്ധീകരിച്ചെടുത്ത് ഈ തരത്തിലാക്കിയത്. ഇതുവരെ ഒന്നും ആയിട്ടില്ല, ഇനി എത്ര ദൂരം യാത്രയുണ്ട്. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ പൂർണ്ണ ശുദ്ധിയുള്ളവരായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായി, ആമേൻ, അതേ, നിൽക്കുവാൻ തക്കോണം ഇവിടെയാണ് ശുദ്ധീകരണ പ്രക്രിയ. ഹല്ലേലൂയ. വിലയേറിയതാകും. ആമേൻ. ആ പ്രക്രിയയിലൂടെ, ആ പ്രോസസ്സിലൂടെ കടന്നുപോയെങ്കിലേ, ആമേൻ, നമ്മൾ വിലയുള്ളവരായി തീരുവാൻ, തനിത്തങ്കം, ആമേൻ, തനിത്തങ്കമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുക.
ഹല്ലേലൂയ. ആ ഉപമിച്ച് പറഞ്ഞിരിക്കുന്ന രംഗം അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. തീയിൽ അതേ ശോധന കഴിച്ച പൊന്നിനേക്കാളും വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ ആരെങ്കിലും കടന്നു പോയിട്ടില്ല, നിങ്ങൾ പോയെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഈ ടെസ്റ്റ് ചെയ്യാൻ യാർഡിലൂടെ പോയെങ്കിലേ പറ്റുകയുള്ളൂ. എങ്കിലേ നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരും. നമ്മുടെ ജീവിതത്തിന്റെ കീടങ്ങൾ, മറഞ്ഞിരിക്കുന്ന ഭാവങ്ങൾ, രഹസ്യ ഭാവങ്ങൾ ഒക്കെയും തമ്പുരാൻ കാണിച്ചു തരുമ്പോൾ ഈ രാവിലെ ആമേൻ ഈ സമയത്ത് ദൈവത്തിന്റെ പൈതലെ ഒന്ന് ചിന്തിക്കുക. എന്നെ ശുദ്ധീകരിപ്പാൻ എന്റെ ജീവിതത്തിലുള്ള കഷ്ടങ്ങൾ കടന്നു വന്നത്, എന്റെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ കടന്നു വന്നത്, എന്റെ ജീവിതത്തിൽ രോഗങ്ങൾ കടന്നു വന്നത്, എന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ അതെ തൊഴിൽ നഷ്ടപ്പെട്ടത് ഒക്കെയും എന്തിനു വേണ്ടിയായിരുന്നു? പിന്നെയും പ്രാർത്ഥിപ്പാൻ, പിന്നെയും ദൈവസന്നിധിയിൽ ആമേൻ ഉരുത്തിരിഞ്ഞ് ഒരു പുതിയ വസ്തുവായി രൂപാന്തരമുള്ളവനായ തീയിൽ അഴിഞ്ഞു പോകുന്നതായ സ്വർണത്തോട് ഇങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ശുദ്ധീകരണ പ്രക്രിയയിൽ ആമേൻ എന്തുമാത്രം നമ്മൾ വില കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. നാനാ പരീക്ഷകളാൽ നിങ്ങൾ ആമേൻ ഇരുന്നാലും പ്രൈസ് ദി ലോർഡ്. പൊയ്ഗലോസ് എന്ന വാക്കാണ് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് 1:6 വായിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. നാനാ പരീക്ഷകളിൽ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഏത് വിശ്വാസിയാ ഉള്ളത്? ഹല്ലേലൂയ. ജനിച്ചപ്പോൾ തന്നെ നമ്മൾ വെള്ളിക്കരണ്ടിയിലും സ്വർണ്ണക്കരണ്ടിയിലും ഒന്നും അല്ലല്ലോ ജനിച്ചത്. വിവിധ ഘട്ടങ്ങളിലുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ജീവിതത്തിന് സാന്ത്വനമേകാൻ ഒരുത്തം വന്നു. നസ്രയനായ ക്രിസ്തു. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, അടിയാത്തു നിലനിൽക്കുന്നതുമായ വിലയേറിയ വാഗ്ദത്തങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധന ഇല്ലാതെ ഒരു വ്യക്തിക്കും കടന്നു പോകാൻ സാധ്യമല്ല. എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും വിശ്വാസത്തിന്റെ പരിശോധന വളരെ വലുതെന്ന് ഓർത്തുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയക്കായി നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവകൃപയോടുള്ള ബന്ധത്തിൽ നാം ഉപയോഗപ്പെടേണ്ടവരാണ്. ഹല്ലേലൂയ. നേരിടുന്ന എല്ലാ വിവിധ വർണ്ണത്തിലുള്ള പരീക്ഷകൾ, നേരിടുന്ന വിവിധ വർണ്ണത്തിലുള്ള പരീക്ഷകൾ ഹല്ലേലൂയ ബഹുവർണ്ണത്തിലുള്ള ദൈവകൃപയും നമുക്ക് പകർന്നു തരുന്ന ദൈവമാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് വിശ്വാസത്തിന്റെ പരിശോധന. വളരെ എലാബറേറ്റ് ചെയ്ത് പറയുവാൻ സാധിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. പരിശോധന വിലയേറിയതാണ്. പത്രോസിന് വിലയേറിയതാണ്, നമുക്കും വിലയേറിയതാ. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും നിങ്ങളുടെ അനുഭവങ്ങൾ വളരെ വിലയേറിയതാ. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണം, ഞാൻ ഇവിടെ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം ഹല്ലേലൂയ. ആമേൻ ആമേൻ. 1 പത്രോസ് 1:19 വാക്യം വായിക്കാം. കുഞ്ഞാടിന്റെ രണ്ടാമത്തെ കാര്യം, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ഒന്ന് വായിക്കാം. നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. ആ രക്തത്തിന്റെ വില, യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാ. ഹല്ലേലൂയ. യേശുവിന്റെ തിരുരക്തം ചൊരിഞ്ഞത് കൊണ്ട് രക്തത്താലുള്ള വിടുതൽ, രക്തത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യകത. ഹല്ലേലൂയ. അത് പാപവിമോചനം മാത്രമല്ല, രോഗസൗഖ്യവും തരുന്ന രക്തമാണ്. ഹല്ലേലൂയ. ആ രക്തം അവസാന തുള്ളി വരെയും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമുക്കറിയാമല്ലോ വീണ്ടെടുപ്പ് വില. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അത് എങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്? പണമായിട്ടോ അല്ലെങ്കിൽ സ്വർണമോ വെള്ളിയോ അതുപോലൊക്കെ ഉള്ള അവസ്ഥകളിലായിരുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നമ്മൾ എന്തോ കൊടുക്കുന്നേ? നമ്മെ തന്നെ കൊടുക്കുക. നമ്മുടെ ഹൃദയം, കീറപ്പെട്ട ഹൃദയം, തകർന്ന ഹൃദയം കർത്താവിന്റെ പൊൻകരങ്ങളിലേക്ക് വെക്കുമ്പോൾ അതിനെ കർത്താവ് തുടങ്ങും. അപ്പൊ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, യേശുവിന്റെ രക്തത്തിന്റെ വില അത്രയാണ്. ഒരു ആത്മാവിന്റെ വില എന്തുവാ? മുഴു ലോകത്തെക്കാളും വലുതാ. അപ്പോൾ യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അല്ലേ? ഹല്ലേലൂയ. കർത്താവാണ്. യേശുവിന്റെ രക്തം അത്രത്തോളം വിലയുള്ള കുഞ്ഞാടിന്റെ. പഴയ നിയമകാലങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ പോകുമ്പോൾ ആടിനെയോ പശുവിനെയോ ഒക്കെ ആ നമ്മളെ വീടിനകത്തിരിക്കുക നോക്കട്ടെ. വെളിയിൽ കൂടെ ഒരാള് പോകുമ്പോൾ, ഒരു പശുവിനെ കൊണ്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിരി വരും. അല്ലേ? ഹല്ലേലൂയ. അവൻ ഇത്ര വലിയ പാപം ചെയ്തിട്ടാണല്ലോ ഇതൊക്കെ കൊണ്ടുപോകുന്നത്. അതിനേക്കാൾ വലിയ പാപികളാ ആയിട്ടുള്ള ആളുകൾ അകത്തിരുന്നത് നേരത്തെ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഓരോന്നിനും കണക്കിടുന്ന, മാർക്കിടുന്ന ആളുകളുണ്ട്. ഒരു പ്രയോജനമില്ല അതുകൊണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത് കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നമ്മുടെ പാപങ്ങളെയും രോഗങ്ങളെയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറുപടിയാ. ജീവൻ ചലിക്കും. രക്തത്തിലല്ലോ ജീവൻ നിദാനമായിരിക്കുന്നത്. യേശുവിന്റെ രക്തം
കാൽവറിയിൽ ചൊരിഞ്ഞത് എന്നെയും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെയും വീണ്ടെടുപ്പാനാണ്. വീണ്ടെടുക്കപ്പെടാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കുക. അവന്റെ ആണിപ്പഴുത്തുള്ള കരങ്ങള്, അവന്റെ അതെ ഹല്ലേലൂയ അമ്മേ രക്തത്താലുള്ള വിടുതൽ അനുഭവിപ്പാൻ തക്കോണം ഇടയാകണം. ഹല്ലേലൂയ. യഥാർത്ഥ വീണ്ടെടുപ്പ് യേശുക്രിസ്തു നിവർത്തിച്ച യഥാർത്ഥ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. അതിന് വിലയിടാൻ പറ്റത്തില്ല. അത്ര വിലമതിക്കത്തക്കെയാണ്. അത് അറിയാവുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, യേശുക്രിസ്തു കൂടെ നിവർത്തിച്ച വീണ്ടെടുപ്പ് എത്ര വലിയതാണെന്നറിയാമോ? ആ വിലയേറിയ രക്തത്തിന്റെ യേശുവിന്റെ രക്തമാണ് വിലയുള്ളതാക്കി തീർത്തത്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കാമല്ലോ. എഫെസ്യ ലേഖനം ഹല്ലേലൂയ സ്തോത്രം 1:7. ആമേൻ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഹല്ലേലൂയ. അവനിൽ നമ്മുടെ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പായ രക്തത്താൽ ഉണ്ട്. മോചിക്കപ്പെട്ടവരാ അവിടെ ഇരിക്കുന്നത്. മോചിക്കപ്പെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയം കഴിഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ കർത്താവിനായി നിങ്ങളുടെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുക. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കൂടുതലായി ശുദ്ധീകരണത്തിനായി വിലയേറിയ പരിശോധന, ഹല്ലേലൂയ, പരിശോധന വിലയേറിയതെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നമ്മൾ വില കൊടുത്തവർക്കറിയാം. അത് ആമേ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് എത്രയോ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. കുഞ്ഞാടിന്റെ രക്തം ആമേ വീടിന് മുദ്രയാ. ഹല്ലേലൂയ. അവൻ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. രണ്ടാമത്തെ കാര്യം ഹല്ലേലൂയ, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം അത് വിലമതിക്കത്തക്കാണ്. ഹല്ലേലൂയ സ്തോത്രം. അതേ വില ഇടാൻ പറ്റത്തില്ല. അതുപോലാണ് ആ പാപത്തിൽ നിന്നുള്ള നമ്മൾ എന്തെല്ലാം അതിക്രമങ്ങളാൽ നാം മരിച്ചവരായിരുന്നു ഇല്ലേ? പണ്ടേ സ്വഭാവത്താൽ കാട്ടുമരമായിരുന്നു. നമ്മളെ ഒട്ടിച്ചു ചേർത്തിരിക്കുക. കാട്ടൊലിവായ നമ്മെ നല്ല മരത്തോട് ഒട്ടിച്ചു ചേർത്ത് ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ കാണുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം ഹല്ലേലൂയ, അതെ 1 പത്രോസ് 2:4 വാക്യം വായിക്കാമല്ലോ. വിലയേറിയ ജീവനുള്ള കല്ല്. മൂന്നാമത്തെ കാര്യം ഹല്ലേലൂയ. ഒന്ന് വായിക്കാമല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിന് ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. പണിതുകൊണ്ടിരിക്കുക. ഇവിടെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ദൈവജനത്തെ പണിതുകൊണ്ടിരിക്കുക തമ്പുരാൻ. വിലയേറിയ ജീവനുള്ള കല്ലുകളായി അല്ലേ? സ്വോത്രം. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ. ഹല്ലേലൂയ. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ. ആ അടിസ്ഥാനത്തിൽ മേൽ പണിതുകൊണ്ടിരിക്കുക. ഒത്തിരി വാക്യങ്ങളുണ്ട്, എല്ലാം വായിക്കാൻ പറ്റുന്നില്ലല്ലോ. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. സ്വന്തം ജനഭവനെ തള്ളിക്കളഞ്ഞു. മൂലക്കല്ല് ഹല്ലേലൂയ. ഒരു സ്ഥലത്തായി അത് 2 ഭിത്തി പണിത് വരുമ്പോൾ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ കെട്ടിപ്പണിത ആ മൂലക്കല്ല് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്മേലാണ് പണിത് വരുന്നത്. യേശുക്രിസ്തു എന്ന കല്ലിന്മേലാ പണിതത് നമ്മളല്ല. ഹല്ലേലൂയ. കൺവെയർ ബെൽറ്റ് നിൽക്കുന്നതെല്ലാം ഇനി വൈക്കോലും കച്ചിത്തിരുമ്പും പോലെല്ലാം കത്തിപ്പോകാനല്ല, നിലനിൽക്കുന്നതുമായ ഒരു ഫലം നമ്മളിൽ ഉണ്ടാകണം. ദൈവം അത് ആഗ്രഹിക്കുകയാണ്. വിലയേറിയ കല്ല് ഹല്ലേലൂയ. ജീവനുള്ള കല്ല്. ജീവൻ ചേർന്നിരിക്കണം. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് നമ്മെ എല്ലാവരെയും പണിതത്. ഏത് സംഘടന ആയിക്കോട്ടെ, വലിയ വിശാലമായ കാഴ്ചപ്പാട് നോക്കിയ കർത്താവിന് അങ്ങനെയൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മ ഒരുമിച്ച് ദൈവസന്നയിൽ ഒരുപോലെ നിന്നുകൊണ്ട് ദൈവ സമാധാനത്തിൽ ദൈവ ഹൃദ്യമായ പരിശുദ്ധാത്മാവിൽ നിന്ന് പണിയപ്പെടുകയാണ്. ആത്മീയ ഗ്രഹമായി, ജീവനുള്ള കല്ലുകളായി. ജീവൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ ജീവൻ പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരിക. യേശു നിന്നെ വിളിക്കുകയാണ്. യേശു നിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നിന്റെ ചത്തുകിടക്കുന്ന അവസ്ഥകള്, ചത്തുകിടക്കുന്ന അവയവങ്ങള്, ചത്തുകിടക്കുന്ന ഭാഗങ്ങളിൽ യേശു തമ്പുരാൻ തൊടുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കാണുവാൻ തക്കവണ്ണം ജീവനുള്ള കല്ലായി, അല്ലെങ്കിൽ മൂലക്കല്ലായി. ഒത്തിരി ഭാഗത്തോട് മർക്കോസ് 12:10 ലൂക്കോസ് 20:17 സങ്കീർത്തനം 118:22 യെശയ്യാവ് 25:16 വാക്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി വാക്യങ്ങളുണ്ട്. ക്രിസ്തു തന്നെ മൂലക്കര സുവിശേഷങ്ങളും ലേഖനങ്ങളും ഒക്കെ വളരെ സ്ഥാപിച്ച് യേശു ക്രിസ്തു ആണ്. അതില്ലാത്ത പണിയെല്ലാം വെറുതെയാ. ഹല്ലേലൂയ. കർത്താവില്ല. ഭയങ്കര 40 ദിവസം ഉപവാസമാ. യേശു അവിടെ ഇല്ല. യേശു പുറത്താ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ
നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ പ്രാർത്ഥന അസലിൽ കൂടി വരുന്ന ദൈവത്തിന്റെ മക്കളെ കർത്താവുമായിട്ട് ആരംഭിച്ചിട്ട് കർത്താവുമായിട്ട് അവസാനിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ വിലയേറിയ സമാധാനം, വിലയേറിയ ജീവൻ നമുക്ക് ലഭിക്കുള്ളൂ. ഓരോ ദിവസവും ജീവൻ പ്രാപിച്ച് നടുക്കത്തിന്റെ അനുഭവങ്ങൾ ഇവിടെ കാണുമ്പോൾ ഹല്ലേലൂയ. ഇവിടെ വായിച്ചല്ലോ, കല്ലിനടുത്ത് ചെല്ലുന്നവർ ജീവനുള്ള കല്ലുകളായി രൂപാന്തരപ്പെടും. അല്ലല്ലോ, നമ്മളെ മരമായിരുന്നു പണ്ട് അല്ലേ, ഒരു ജീവനില്ല. കല്ലിനെന്തോ ജീവനാ ഉള്ളേ. ഹല്ലേലൂയ. കല്ലുകൾ സംസാരിക്കുമോ? വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കല്ല് റിപ്പയർ ചെയ്താ കൊണ്ടുവരണ്ട അല്ലേ, ഒരുക്കിയാ എടുക്കേണ്ടത്. നമ്മെ ഒരുക്കുന്ന പണിതെടുക്കുന്ന വലിയ ആശാരിയായ തച്ചൻ ഇവിടെ ഉണ്ട്. യേശു കർത്താവിനെ കൊടുത്താൽ മതി. ഹല്ലേലൂയ. സഭ ചേർത്ത് പണിക്കുക. സുവിശേഷ അപ്പോസ്തലന്മാരും ജനമായും ഒക്കെ സഭയെ ദൈവം പണിത് വരികയാണ്. ഹല്ലേലൂയ. ഓരോ വിശ്വാസിയോടും ചേർത്ത് ഓരോ കല്ലിന്മേൽ കല്ല് ചേർത്ത് പണിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അടുക്കും ചിട്ടയോടെ ഇടയ്ക്കൊന്നും തള്ളി നിൽപ്പാനല്ല. ഹല്ലേലൂയ. ഒരേ ലെവലില തൂക്കുകട്ട പിടിക്കുക. സ്വർഗത്തിലെ ദൈവം തൂക്കുകട്ട പിടിക്കുമ്പോൾ ആ വിത്ത് നല്ല ലെവലായിരിക്കണം. വളഞ്ഞും പുളഞ്ഞും ഒന്നും പോകാനല്ല, വളഞ്ഞും പുളഞ്ഞും ഇരിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ നേരോടെ നിഷ്കളങ്കോടെ ഇരിപ്പോൾ വിലയേറിയ ജീവനുള്ള കല്ലായി, ജീവൻ തുടിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. 4ാമത്തെ കാര്യം, ഹല്ലേലൂയ, നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. ഹൃദയത്തിന്റെ വിലയേറിയ ഗൂഢമനുഷ്യൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ശ്രദ്ധയോടെ വായിക്കുമല്ലോ. ഹല്ലേലൂയ. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവത്തിന് വിലയേറിയതാകുന്നുവല്ലോ. സ്തോത്രം. ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ വളരെ പ്രധാനപ്പെട്ട. ഹൃദയത്തിന്റെ വിലയേറിയ ഗൂഢമനുഷ്യൻ. നമ്മുടെ എല്ലാവരുടെയും അകത്ത മനുഷ്യനുമുണ്ട്, പുറത്ത മനുഷ്യനുമുണ്ട് അല്ലേ. ഡ്യുവൽ ആ ഇൻഡിവിജ്വാലിറ്റി കാണുവാൻ തക്കോണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറമെയുള്ള ആഡംബരങ്ങളെ അല്ല ദൈവസന്നിധിയിൽ വിലയേറിയത്. ഇവിടെ വളരെ വ്യക്തതയോടാണ് ആ വാക്യം. വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള നല്ല ഹൃദ്യമായിട്ടുള്ള തേൻ ഇറ്റിട്ട് വീഴുന്ന ഒരു വാക്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പുറമെയുള്ള ആഡംബരങ്ങളെ അല്ല ദൈവസന്നിധിയിൽ വിലയേറിയത്. അത് സ്ഥാപിച്ചെടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പറഞ്ഞ വാക്യം. പത്രോസ് അപ്പോസ്തലൻ 3-ാം ക്ലാസ് 30 വട്ടം തൊട്ട പത്രോസ് കടലിലെറിഞ്ഞ് തിരികെ പോയി. ഹല്ലേലൂയ. മടങ്ങി വന്ന് കർത്താവിന്റെ വലിയ അപ്പോസ്തലനായി തീരുവാൻ തക്കോണം ഇടയായി അല്ലേ. ഹല്ലേലൂയ. തന്റെ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. ആദ്യമേ നമുക്കിതൊന്നും മനസ്സിലായില്ല. യഥാർത്ഥമായി അതിന്റെ വചനത്തിന്റെ തീവ്രതയിലേക്ക്, വചനത്തിന്റെ ആഴത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള രൂപാന്തരം തമ്പുരാൻ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ വിലയേറിയ ഗൂഢമനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം നമ്മളിൽ എത്രത്തോളം ക്രിയ ചെയ്യുന്നുവോ അത്രത്തോളം ആന്തരിക ശുദ്ധി നമ്മളിൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുന്നറിയിപ്പൊക്കെ അവിടെ കാണുവാൻ തക്കോണം ഇടയാകും. യെശയ്യാപ്രവചനം 3-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ കാണാൻ തക്കോണം ഇടയാകും. എന്തെല്ലാം കാര്യങ്ങൾ അലങ്കാരങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ന് കാണുന്ന ഫാഷൻ പരേഡ്, ഹല്ലേലൂയ, ഇന്ന് കാണുന്ന രീതികള് എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ ഇതിൽ രേഖപ്പെടുത്തി വെച്ച്, പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയത് ഒന്നിനും തെറ്റുവരുത്തിയിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവിലോ അത് കൂട്ടിവരുത്തിയത് ഒന്നിനും ഇടയില്ലാതിരിക്കില്ല കേട്ടോ. ഹല്ലേലൂയ. ആ കാലത്ത് ഗ്രീക്ക് കാലഘട്ടത്തിലെ സ്ത്രീകൾ തന്നെ വളരെ ആഡംബരമായി ജീവിക്കുന്ന വസ്ത്രങ്ങളൊക്കെയാണ്. പട്ടുകുപ്പായമാണ്, രക്താംബരമൊക്കെയാണ്. ഹല്ലേലൂയ. കമ്പിളി, രോമക്കുപ്പായങ്ങള്, ഇതിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇന്നത്തെ കാലയളവ് പോലെ തന്നെ. ഇന്ന് ഞാൻ പ്രൗഢി കാണിക്കുന്നത് എങ്ങനെയാ? എന്റെ റോളക്സ് വാച്ചാണോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആന്തരിക മനുഷ്യനെ ദൈവം തമ്പുരാൻ നോക്കിയ പുറമേയുള്ള ആഡംബരങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഒരു 65-70% സമയം ചെലവഴിക്കുമ്പോൾ ഹല്ലേലൂയ എങ്ങനെയും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് മിടുക്കനാവണം. ഹല്ലേലൂയ. എങ്ങനെയും എന്റേത് മുമ്പിൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അതല്ലേ വാസ്തവത്തിൽ നമ്മുടെ അകത്ത മനുഷ്യരിൽ വേരോടുന്ന വികാരം അതാണോ? അതാണെങ്കിൽ തെറ്റിപ്പോയി. കർത്താവ് പറയാണ്, നിങ്ങളുടെ പുറമേ ഉള്ളതല്ല, ഹല്ലേലൂയ, വിലയേറിയതും
ഹല്ലേലൂയ. ഗൂഢമനുഷ്യൻ. ഒന്ന് വായിക്കാമല്ലോ, ഒന്നും കൂടെ വായിക്കാമല്ലോ. ആ വാക്യം ഒന്നും കൂടെ വായിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. 3:4 വാക്യം. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. വിലയേറിയതാകുന്നു. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. അല്ല, 1-ാം ക്ലാസ് സ്വഭാവം, ദൈവ വിശുദ്ധിക്ക് അനുസരിച്ചുള്ള സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ഇത് നമ്മൾ കാണുന്നില്ല, പലരും നമ്മളിൽ ഒട്ടുമില്ല, ഇല്ലേ? ചിലരൊക്കെ അങ്ങനെ അതെങ്ങനെ പുറത്തെ മനുഷ്യരെ കാണിക്കുന്നെങ്കിലും അകത്ത് ശരിയായ ദൈവോധനം ക്രിയ ചെയ്താൽ ഒരു രൂപാന്തരപ്പെട്ട പുഷ്ടിപ്രധാനമായ ഹല്ലേലൂയ ഒരു ജീവിതം നയിപ്പാൻ തക്കോണം ദൈവം നമ്മെ, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാ ഗൂഢമനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത്. ആരും കാണത്തില്ല ആ മനുഷ്യനെ, ഇല്ലേ? അല്ലെ, ദൈവസന്നിധിയിൽ വിലയേറിയതായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുക. അല്ലെ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഉള്ളിൽ വാസ്തവമായി ക്രിയ ചെയ്യുവാൻ തക്കോണം ഇടയാകണം. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ ദൈവിക ഹൃദയത്തെ ദൈവിക വിശുദ്ധിയിലും സൽഗുണത്തിലും അലങ്കരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ, മറ്റു പല കാര്യങ്ങളിലും അവോയ്ഡ് ചെയ്യുവാൻ, ലോകത്തിന്റെ ഭ്രമങ്ങൾ, ഇമ്പങ്ങൾ വർജിക്കുവാൻ വിമുഖരായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ, വിമുഖരായിരിക്കും. യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മളിതെല്ലാം ചപ്പും ചമർന്നു എണ്ണുമ്പോൾ അനേകർക്ക് ഹല്ലേലൂയ നന്നായി നടക്കണം, നന്നായി നടക്കരുതെന്നല്ല ഈ പറയുന്നത്. എന്നാൽ ദൈവഹിതത്തിന് വേണ്ടാത്ത കാര്യങ്ങൾ പ്രൊജക്ഷനായി തീരുവാൻ തക്കൊണ്ട് ഇടയാകാതെ വേണ്ടുന്ന നിലകളിൽ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദൈവസമ്പന്നതയിൽ, ദൈവ സൽഗുണപൂർത്തിയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർ ആമേൻ പുതിയ ഫാഷൻ പരേഡിൽ വിമുഖത കാണിക്കുവര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവിക ആലോചനകൾക്കായി സ്തോത്രം. എന്നാൽ ദൈവമക്കളായി തീരണമെങ്കിൽ ആമേൻ നിർമ്മലമായ നടപ്പ് നമുക്ക് ദൈവസന്നിധിയിൽ വേണം. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയായി ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയത് കേട്ടോ, നിർമ്മലമായ നടപ്പ്. എത്ര പേരുണ്ട്? എണ്ണി പറയണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാചരണ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ വചനം യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം ഒന്ന് വായിക്കണമേ. ഹല്ലേലൂയ. യാക്കോബ് 1:21. ഹല്ലേലൂയ. ആമേൻ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും. സൗമ്യതയോടെ, മത്സരത്തോടെ അല്ല, സൗമ്യതയോടെ കൈക്കൊള്ളുവാൻ ഉൾനട്ടതായ ജീവന്റെ വചനം. എല്ലാ അഴുക്കും ദുഷ്ടതയും നമ്മളിൽ ഇന്നും ചിലത് കടന്ന് തിളക്കിയ, ഉള്ളിൽ പഴയ മനുഷ്യൻ കടന്ന് തിളക്കിയ, അത് പുറത്തോട്ട് വന്നാൽ നമ്മുടെ യഥാർത്ഥ ചിത്രം വെളിപ്പെടും. എല്ലാ അഴുക്കും ദുഷ്ടതയും. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്, എനിക്കറിയാം. ഹല്ലേലൂയ. ഒന്നുമില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയല്ലാതെ മറ്റൊന്നും. എല്ലാ അഴുക്കും ദുഷ്ടതയും നീക്കി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വചനം, ഉൾനട്ടതായ വചനം അകത്ത് ക്രിയ ചെയ്തിട്ടുണ്ടോ? ഈ വചനം കർത്താവ് ഉള്ളതുപോലെ ഒരു ദൈവവചനം സത്യമാണ്. ഈ വചനത്തെ ബഹുമാനിക്കണം, വചനത്തെ ആചരിക്കണം, വചനത്തെ അനുസരിക്കണം, വചനം കൊണ്ടു നടക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് തന്നെയാണ് ഏറ്റവും നിർമ്മലമായ നടപ്പ്. ഗൂഢമനുഷ്യൻ, ഹല്ലേലൂയ, അക്ഷയഭൂഷണമായ മനസ്സെന്ന ഗൂഢമനുഷ്യൻ ക്രമപ്പെട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ മക്കളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. കർത്താവിന്റെ അടുത്തെങ്ങും ചെല്ലാൻ പോലും പറ്റില്ല, വരവിൽ എടുക്കപ്പെടുത്ത പോലുമില്ല. അലങ്കരിക്കുവാൻ നടക്കുക. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എന്നിലുണ്ടോ എന്ന് നോക്കുവാൻ, തിരിഞ്ഞിന്തിപ്പാൻ തക്കോണം ഇടയാകട്ടെ. 5-ാമത്തെ കാര്യം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. വിലയേറിയ വിശ്വാസം. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അതെ, വിലയേറിയ ഗൂഢമനുഷ്യൻ. സ്വർണത്തെക്കാൾ ഉപമിച്ച് പറഞ്ഞു വിലയേറിയ പരിശോധന, വിശ്വാസം എന്ന പരിശോധനയിലൂടെ, അല്ലേ? ഹല്ലേലൂയ. വിലയേറിയ വിശ്വാസം. 2 പത്രോസ് 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാമല്ലോ. ആമേൻ.
ഹല്ലേലൂയ. വിശ്വാസം വിലയേറിയതാണ്. യേശുക്രിസ്തുവിന്റെ ദാസനും ആ അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, ആ നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം അതേ ലഭിച്ചവർക്ക് വിലയേറിയ എഴുതുന്നത്. വിശ്വാസം. ആ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. എഴുതുന്നത്. ദൈവ അമേ മതി. ദൈ- ഹല്ലേലൂയ. അതേ വലിയ അപ്പൊ വിശ്വാസത്തിന് വലിയ വിലയുണ്ട്. കടയിൽ ചെന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല, ഡെയിലി പ്രാക്ടീസ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വചനം അപ്ലൈ ചെയ്തുകൊണ്ട് ഇത് കാത്തിരിപ്പാൻ നമ്മളെ പ്രാക്ടീസ് ചെയ്യുക. വിലയേറിയ വിശ്വാസം. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത് കേട്ടോ? ഹല്ലേലൂയ. വിലയേറിയ വിശ്വാസം. വില കൊടുത്തിട്ടുള്ളവർക്കായി സ്തോത്രം. വില കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി സ്തോത്രം. വിശ്വാസം എന്ന ശ്വാസം. വിശ്വാസിക്ക് ശ്വാസമില്ലെന്ന്. ചത്ത വിശ്വാസി, ഉണക്കൽ വിശ്വാസി, സഭയിൽ ചെന്നാ കുത്തിയിരിക്കും. പാസ്റ്റർ എന്തോ പറയുന്നേ ഇല്ലേ? ഹല്ലേലൂയ. ഒരു ആത്മീയ വർധനയ്ക്കായിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ദൈവമക്കളെ. വിശ്വാസം, വിലയേറിയ വിശ്വാസം. ഹല്ലേലൂയ. വിശ്വാസത്താൽ നാം ലോകത്തെ ജയിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എല്ലാം കിടപ്പുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ച ജനം. ഹല്ലേലൂയ. എഫേസ്യർ 2:8 കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിലയേറിയ വിശ്വാസം. വിശ്വാസത്താലാണ് ആ ഭാവം നമ്മുടെ മുന്നിൽ കിടക്കുക. ഹല്ലേലൂയ. എല്ലാ ഭാവത്തെയും ജയിക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തുവാൻ തക്കവണ്ണം, ദൂരേക്ക് മാറ്റി നിർത്തുവാൻ തക്കവണ്ണം ഇടയാകും. എനിക്ക് അതുമായിട്ട് ഹല്ലേലൂയ യാതൊരു ബന്ധവുമില്ല. നമുക്ക് കാണാം, ചെയ്യാൻ പറ്റും. അനുമതിയെ കാണാതെ രഹസ്യഭാവങ്ങളിൽ അഴിഞ്ഞാടുന്ന എത്രയോ ദൈവദാസന്മാരുണ്ട്, എത്ര ആളുകളുണ്ട്. വരവിങ്കിൽ എടുക്കപ്പെടത്തില്ല. വിമുഖരാണവർ. ഹല്ലേലൂയ. കർത്താവിൽ അനേകരെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. യഥാർത്ഥമായ ഭക്തി ദൈവത്തെ അതേ അനുസരിക്കുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. വിലയേറിയ വിശ്വാസം. ആമേൻ. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ വിലയേറിയ ഗൂഢമനുഷ്യൻ, വിലയേറിയ കല്ല്, വിശ്വാസം എന്ന പരിശോധന അല്ലേ? കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവസാനമായി പറയുകയാണ് 6-ാമത്തെ കാര്യം. 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വിലയേറിയത് അതിമഹത്വമായ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അത് ഏറ്റെടുത്തുകൊണ്ട് ജീവിപ്പാൻ ദൈവം കൃപ തരട്ടെ. ആറാമത്തെ കാര്യം വിലയേറിയ വാഗ്ദത്തങ്ങൾ. 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ആദ്യമേ നമ്മൾ തൊടുകുറിയായിട്ട് വായിച്ച വാക്യമാണല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ആ വിലയേറിയതും ഇവയാൽ നിങ്ങൾ ലോകത്തിന് മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് വിട്ടൊഴിയണം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ദിവ്യ സ്വഭാവത്തിന് ദിവ്യ സ്വഭാവം ഉണ്ടോ നമുക്ക്? ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ കേൾക്കണം. അത് വിലയേറിയതും അതിമഹത്വമാണ്. അതുകൊണ്ടാണ് നമ്മൾ നാശം വിട്ടൊഴിഞ്ഞിട്ട് നല്ല വചനം ഏറ്റെടുപ്പാൻ, സൗമ്യതയോടെ കൈക്കൊള്ളുവാൻ, മത്സരത്തോടെ അല്ല. എല്ലാ അഴുക്കും അടിയിൽ എന്തെങ്കിലും ഹൃദയത്തിൽ കിടപ്പുണ്ട്, അത് പറിച്ച് കളഞ്ഞേക്കണം. ഹല്ലേലൂയ. അത് ദൂരെ മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവിക പദ്ധതികളെല്ലാം ദൈവവാഗ്ദത്തങ്ങളെ അടിസ്ഥാനപ്പെട്ടാണല്ലോ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിന് വാഗ്ദത്തം നൽകി. ഹല്ലേലൂയ. അതിനെ അടിസ്ഥാനമാക്കി ഇടപെടുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം നൽകി. ഹല്ലേലൂയ. അതിനെ അടിസ്ഥാനമാക്കി ഇടപെടുകയാണ്. ഹല്ലേലൂയ. നമുക്കും വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. 31-ാം തീയതി ലഭിക്കുന്ന വാഗ്ദത്തമല്ല, സ്ഥിരമായ വാഗ്ദത്തം ദൈവം അതിനപ്രകാരം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവയാലാണ് നമ്മൾ ലോകത്തെ ജയിക്കുന്നത്. വിലയേറിയ വസ്തുക്കൾ ആരും അലക്ഷ്യമായി കൈകാര്യം ചെയ്യത്തില്ല. ഇത് നമ്മുടെ ഗൂഢമനുഷ്യൻ, അകത്ത മനുഷ്യൻ വിലയേറിയതാ. ഹല്ലേലൂയ. നഷ്ടപ്പെടുത്തി കളയരുത്. അലക്ഷ്യമാക്കി ഉപയോഗിക്കുന്ന എത്രയോ ജനത്തെ, എത്രയോ സഭകളെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പരിശോധന. ആമേൻ. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം തള്ളിക്കളഞ്ഞ കല്ല്. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ, വിലയേറിയ വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുക. ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ. ആത്മീയ ബലത്തോടെ നിൽപ്പാൻ തക്കോണം ദൈവം ഇടയാക്കട്ടെ. ആമേൻ. പത്രോസിന് വിലയേറിയത് നമുക്കും വിലയേറിയതാ. പത്രോസ് പ്രബോധിപ്പിക്കുന്നത് നാം ഓരോരുത്തരും വിലയേറിയവരാ. ഓരോരുത്തർക്കും വലിയ വിലയുണ്ട്. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് ഇല്ലേ? ഹല്ലേലൂയ. ആത്മീയ ബലത്തോടെ നിൽപ്പാൻ ദൈവം കൃപ തരട്ടെ. ഹൃദയത്തിന്റെ വിലയേറിയ മനുഷ്യൻ, ഗൂഢമനുഷ്യൻ ഇല്ലേ? ദൈവസന്നിധിയിൽ വിളങ്ങുവാൻ, ശോഭിക്കുവാൻ,
ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എത്രയോ നാളുകൾ പ്രസംഗം കേൾക്കുന്നു. വല്ല വ്യത്യാസവും നമുക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? സത്യം ഏറ്റു പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ, ഉന്നതനായകാം, ചെറിയവനാകാം, വലിയവരാകാം, ആമേൻ, ഒന്നുമില്ലാത്തവരാകാം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് വിലയേറിയ ജീവിതം. നമുക്ക് അല്പകാലമുള്ള ഈ ജീവിതം ദൈവത്തിന് വളരെ വിലയേറിയതാണ്. നീതിമാൻ ദൈവത്തിന്റെ സ്ഥലം വിലയുള്ളവനാണ്. ഹല്ലേലൂയ. ആ വിശ്വാസത്തിന്റെ പരിശോധന, ആമേൻ, തുല്യമാക്കി പറഞ്ഞ സ്വർണത്തെ സംബന്ധിച്ച, അല്ലേ? ഹല്ലേലൂയ. കീടം മാറി, എല്ലാ അഴുക്കും ദുഷ്ടതയും മാറി പൂർണ്ണ വിശ്വാസത്തിൽ നിൽപ്പാൻ ദൈവം കൃപ ചെയ്യണം. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ്, വിലയേറിയ കല്ലാണ്. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന കല്ലിന്മേൽ, ഹല്ലേലൂയ, ഓരോ വിശ്വാസം ചേർത്ത് ദൈവം പണിയുകയാണ്, നല്ല അടുക്കടുക്കോടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചനകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. വിലയേറിയ വാഗ്ദത്തങ്ങൾ, വിലയേറിയ വിശ്വാസം, ആമേൻ, നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, രൂപാന്തരമുണ്ടോ? രൂപാന്തരം ആരും ഉണ്ടാക്കണ്ട. ദൈവോധന ഉള്ളിൽ ക്രിയ ചെയ്താൽ രൂപാന്തരം വന്നിരിക്കും. ഹല്ലേലൂയ. പ്രസംഗം കേട്ടത് കൊണ്ടല്ല, ദൈവോധനം കേൾക്കാത്തത് കൊണ്ടല്ല എന്ന് ജനം മാനസാന്തരപ്പെടാത്തത്, അല്ലേ? അനുസരിപ്പാൻ വിമുഖത കാട്ടുകയാണ്, അനുസരിപ്പാൻ വളരെ പ്രയാസമുള്ളതായിട്ട് തോന്നുകയാണ്, അനുസരിപ്പാൻ ഒരു സ്റ്റെപ്പ് പോലും വെക്കുന്നില്ല. വിശ്വാസത്തിന്റെ പരിശോധന വളരെ വിലയേറിയതാണ്. പത്രോസ് ക്രിസ്ത്യ ജീവിതം എത്ര മാന്യമോ ഉദാത്തവുമാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. അവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഇടപെടുമാറാക്കണം. ഒരു ആന്തരിക ശുദ്ധീകരണം, ആന്തരികമായ വിടുതൽ ലഭിപ്പാൻ അവരുടെ വിഷയങ്ങൾക്ക് തമ്പുരാൻ ഇടപെടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിലയേറിയ വിശ്വാസം, വിലയേറിയ എല്ലാ കാര്യങ്ങളും ദൈവം പടുത്തുയർത്തിയത് ഓരോ വ്യക്തിയുടെ മേലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അബ്രഹാമിനെ അങ്ങനെയാണ് പടുത്തുയർത്തിയത്. ഹല്ലേലൂയ. ആമേൻ. ഒന്നും ഉണ്ടാവത്തില്ല, നിനക്കൊന്നും ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനങ്ങളിലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ മേൽ പിടിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കുടുംബമായിട്ട് അവർ അനുഗ്രഹിക്കപ്പെടുവാൻ, വിശ്വാസികളുടെ പിതാവായി തീരുവാൻ തക്കോണം ഇടയായി. ഹല്ലേലൂയ. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിലയേറിയ എന്റെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? ശോധന ചെയ്യപ്പെട്ട വിശ്വാസമുണ്ടോ? ഞാൻ നടക്കുന്ന വഴി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ മുന്നായി നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വഴി, അത് പൊന്നുപോലെ നിന്നെ എവിടെ കൊണ്ടുവരും? പുറത്തു കൊണ്ടുവരും. പുറത്തു വരണം. കം ഔട്ട്. ഹല്ലേലൂയ. പ്ലീസ് കം ഔട്ട്. ഹല്ലേലൂയ. അത് പുറത്തു വരണം. വന്നേ പറ്റത്തുള്ളു. ചിലര് പറയും നഷ്ടപ്പെട്ടു പോയി, തകർന്നു പോയി. ആമേൻ. ഹല്ലേലൂയ. അതേ, നിന്റെ കാര്യം അവസാനിപ്പിച്ചു എന്നൊക്കെ പറയാം. അല്ല, ഞാൻ പൊന്നുപോലെ തന്നെ പുറത്തു വരും. നല്ല മനുഷ്യനായി പുറത്തു വരികയും ജീവിക്കും, കർത്താവിനായി ജീവിക്കും എന്നുള്ള തീരുമാനത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വിലയേറിയ കല്ല്, ഞങ്ങളുടെ കർത്താവിനെ അതേ പ്രസംഗിക്കുന്നത് ആരുടെയും കഥകൾ കേട്ടിട്ടല്ല. ഈ വചനം ഉൾക്രിയോടെ ക്രിയ ചെയ്തിട്ടാണ്. അകത്ത മനുഷ്യന് ബലപ്പെടുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയക്കായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തമ്പുരാന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്രകാരം സാവകാശം തന്ന ഇതിന്റെ സംഘാടകരോട് പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. കർത്താവിലുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. ആത്മാവിൽ നിങ്ങൾ ബലപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രാർത്ഥനയിൽ നമുക്ക് സഹകരിച്ച് മുന്നേറുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. അല്പം ചില നിമിഷങ്ങൾ സാക്ഷിയും അതിനോടുള്ള ബന്ധത്തിൽ നാഥ, ഹല്ലേലൂയ, വചനങ്ങൾ ശ്രദ്ധിപ്പാനിടെ ഞങ്ങളുടെ ജീവിതം വിലയേറിയവരായി തീരുവാൻ, വില മതിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം ഇടയാക്കുന്ന സ്തോത്രം. വിലയേറിയ പരിശോധനയുടെ വിശ്വാസം, ഞങ്ങളെ ശോധന ചെയ്തെടുത്ത വിശ്വാസത്തിനായി സ്തോത്രം. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ ജയം. ഹല്ലേലൂയ. വിലയേറിയ കല്ലുകളൊക്കെ ഞങ്ങളെ ഒരുക്കിയെടുത്തതിനായി സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. ഇവിടെ മനുഷ്യൻ രൂപാന്തരപ്പെടുവാൻ ശരിയായ നിലകളായി തീരുന്ന ദൈവം ഇടയാക്കണേ. വലിയ വാഗ്ദത്തങ്ങൾ തന്നതിനായി സ്തോത്രം. വലിയ വിശ്വാസം തന്നതിനായി സ്തോത്രം. ഞങ്ങളൊന്ന് മെച്ചപ്പെട്ടു വരുവാൻ ദൈവം ഇടയാക്കുന്നതിനായി, അപ്രകാരം ചെയ്തതിനായി സ്തോത്രം. കർത്താവേ, ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വിഷയങ്ങൾക്കൊരു മറുപടിയുമായി എഴുന്നേൽപ്പാൻ ദൈവം ഇന്ന് പകൽക്കാലം സഹായിക്കണം. തമ്പുരാന്റെ നാമത്തിന് മഹത്വത്തിനായി തീർക്കണമേ. ദൈവകൃപ കണ്ട് ആനന്ദിപ്പാൻ ഇടയാകണമേ. ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ, എല്ലാ സഹോദരി സഹോദരന്മാരെ അനുഗ്രഹിച്ചാട്ടെ. ഏൽപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.